വീഡിയോയിൽ നമ്മൾ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിന് നോക്കാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എസ് ആൻഡ് പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആർ കോൾഡ് ഡാഷ്. നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ 1ഉം 2ഉം ഗ്രൂപ്പിനെ നമ്മൾ എസ് ബ്ലോക്ക് എലമെൻ്റ് എന്നും 13 മുതൽ 18 വരെ, അതായത് ബോറോൺ ഫാമിലി തൊട്ട് അങ്ങോട്ട് ഇനേർട്ട് ഗ്യാസസ് വരെ നമ്മൾ പി ബ്ലോക്ക് എലമെൻ്റ് എന്ന് പറയാം. അപ്പോൾ ഈ എസ് ബ്ലോക്കിലെയും പി ബ്ലോക്കിലെയും എലമെൻറ്റ്സിനെ കൂടിയിട്ട് നമ്മളൊരു പേര് പറയും. ആ പേരെന്താണെന്ന് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. എന്താണ്? റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്. റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്. ഇനി ഡാഷ് ബ്ലോക്ക് ഇൻക്ലൂഡ്സ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. ഏത് ബ്ലോക്കിലാണ് മെറ്റൽസും നോൺ മെറ്റൽസും വരുന്നത്? പി ബ്ലോക്കിലാണ് ഇവിടെ മെറ്റൽസും നോൺ മെറ്റൽസും വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. വിച്ച് ബിലോങ്സ് ടു എഫ് ബ്ലോക്ക് എലമെൻറ്റ്? നോൺ മെറ്റലാണോ, ആൽക്കലി മെറ്റലാണോ, ലാന്തനോയിഡ്സ് ആണോ? നമുക്ക് അറിയാം എഫ് ബ്ലോക്കിൽ പെടുന്നത് ലാന്തനോയിഡ്സും ആക്ടിനൈഡ്സ് ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ലാന്തനൈഡ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. വിച്ച് എലമെൻറ്റ് ആസ് ഹയസ്റ്റ് അയോണൈസേഷൻ എനർജി? ഏത് എലമെൻറ്റിനാണ് ഹയസ്റ്റ് അയോണൈസേഷൻ എനർജി ഉള്ളത്? അയോണൈസേഷൻ എനർജി എന്ന് നമുക്കറിയാം, അതായത് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണെ വിട്ടുകൊടുക്കാൻ വേണ്ട ഒരു ആറ്റത്തിന് വേണ്ട മിനിമം എമൗണ്ട് ഓഫ് എനർജി. ഒരു ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണെ നമ്മൾ എന്ത് വിളിക്കും? വാലൻസ് ഇലക്ട്രോൺ. ആ വാലൻസ് ഇലക്ട്രോണാണ് വിട്ടുകൊടുക്കുക. അപ്പോൾ അയോണൈസേഷൻ എനർജി ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് വരുമ്പോൾ, ഞാനിവിടെ റഫായിട്ട് പറയണേന്നുള്ളൂ, അയോണൈസേഷൻ എനർജിക്ക് ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അയോണൈസേഷൻ എനർജി ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് വരുമ്പോൾ, അതായത് ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ അയോണൈസേഷൻ എനർജി കുറയാണ് ചെയ്യുക. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ, അതായത് പീരീഡിൻ്റെ കാര്യത്തിൽ വരാണെങ്കിൽ അയോണൈസേഷൻ എനർജി കൂടുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളോട് ക്വസ്റ്റിൽ ചോദിച്ചേക്കുന്നത് ഏറ്റവും കൂടുതൽ അയോണൈസേഷൻ എനർജി ആർക്കാണെന്ന്. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇനേർട്ട് ഗ്യാസസിലാണ്, അതായത് ഹീലിയത്തിനായിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ അയോണൈസേഷൻ എനർജി വരാം. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ഹീലിയം. നോക്കി. എ പാർട്ട് ഓഫ് പീരിയോഡിക് ടേബിൾ ഇസ് ഗിവൺ. നമുക്ക് ഇവിടെ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു പാർട്ട് തന്നിട്ടുണ്ട്. ഇതിൽ കുറേ എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്. ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ, നിയോൺ, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ആർഗൺ. അപ്പോൾ ഇത്രയും എലമെൻറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ചോദിച്ചേക്കുന്നത് വിച്ച് എലമെൻറ്റ് ഹാസ് ലോ അയോണൈസേഷൻ എനർജി? ഈ ടേബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ലോവസ്റ്റ് അയോണൈസേഷൻ എനർജി ഈ എലമെൻറ്റിൽ ആർക്കാന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത് ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് പോകുമ്പോൾ അയണൈസേഷൻ എനർജി കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ടോപ്പിൽ നിന്ന് ബോട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിങ്ങനെ എടുക്കണം. അപ്പോൾ ഏറ്റവും കുറവ് വരുന്നത് ആർക്കാണ്? അലുമിനിയത്തിനാണ് ഇവിടെ ഏറ്റവും കുറവ് വരുന്നത് അയണൈസേഷൻ എനർജി. ഇനി ഇതേപോലെ തന്നെ വിച്ച് എലമെൻറ്റ് ഹാസ് ഹൈ അയോണൈസേഷൻ എനർജി? നമുക്കറിയാം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും അയണൈസേഷൻ എനർജി കൂടി വരും. അപ്പോൾ ഇവിടെ ഈ ബോക്സിൻ്റെ അടിസ്ഥാനത്തിൽ അയണൈസേഷൻ എനർജി ഇവിടെ ആർക്കായിരിക്കും? നിയോൺ ആയിരിക്കും അയണൈസേഷൻ എനർജി കൂടുതൽ, അലുമിനിയത്തിന് കുറവായിരിക്കും. ക്വസ്റ്റ്യൻ നോക്കി. കുറച്ച് എലമെൻറ്റ് തന്നിട്ടുണ്ട്. PQRS എന്ന് പറഞ്ഞ കുറച്ച് എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് എലമെൻറ്റ് ഹാസ് ഹയസ്റ്റ് അയോണൈസേഷൻ എനർജി? ഇതിലെ ഏത് എലമെൻറ്റിനാണ് ഹയസ്റ്റ് അയോണൈസേഷൻ എനർജി ഉള്ളത്? ഹയസ്റ്റ് അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ കൂടാന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഏറ്റവും കൂടുതൽ അയോണൈസേഷൻ എനർജി ഉള്ളത് ഗ്രൂപ്പ് എന്തിനായിരിക്കും? 18th ഗ്രൂപ്പിനായിരിക്കും ഏറ്റവും കൂടുതൽ അയോണൈസേഷൻ എനർജി ഉള്ളത്. അപ്പോൾ ഗ്രൂപ്പ് 18 വരുന്ന ഏതെങ്കിലും ഒരു എലമെൻറ്റ് ഇവിടെ ഉണ്ടോ എന്നാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. ഇത് 1 ഗ്രൂപ്പിൽ പെട്ടു, ഇതും 1 ഗ്രൂപ്പിൽ പെട്ടു. 5 ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ലാസ്റ്റ് 2p5ലാണ് ഫില്ല് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞു 5ൻ്റെ കൂടെ ഒരു 12 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിവിടെ 17 കിട്ടി. അപ്പോൾ ഇതല്ല. ഇനി 2p6 ആണെങ്കിൽ 6ൻ്റെ കൂടെ ഒരു 12 ആഡ് ചെയ്തുമ്പോൾ 80. അപ്പോൾ ഈ ഗ്രൂപ്പാണ് ഇവിടെ, അതായത് എസ് എലമെൻ്റ് ആണ് ഇവിടെ ഏത് ഗ്രൂപ്പിൽ പെടുന്നത്? ഗ്രൂപ്പ് 18 പെടുന്നത്. ഗ്രൂപ്പ് 18ലാണ് ഹയസ്റ്റ് അയണൈസേഷൻ എനർജി ഉള്ള എലമെൻറ്റ്സ് വരുന്നത്. ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് എലമെൻറ്റ് ഹാസ് ഹയർ ഇലക്ട്രോനെഗറ്റിവിറ്റി? ഹയർ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള ഇതിൽ ഏത് എലമെൻ്റാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണെന്ന് അറിയണം. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റം ഇലക്ട്രോണെ സ്വീകരിച്ച് സ്റ്റെബിലിറ്റി നേടാനുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അത് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രോണെ അതിൻ്റെ അടുത്തേക്ക് ആകർഷിക്കുന്നത്. അപ്പോൾ
ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ അയണൈസേഷൻ എനർജിയുടെ അതേ കോൺസെപ്റ്റിൽ തന്നെയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി വരുന്നത്. ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് വരുമ്പോൾ അയോണൈസേഷൻ എനർജി കുറയണ പോലെ തന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റിയും കുറയുന്നു. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അയോണൈസേഷൻ എനർജി കൂടുന്ന പോലെ തന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റിയും കൂടും. അപ്പോൾ അയണൈസേഷൻ എനർജി കൂടുതലുള്ളത് നമുക്കറിയാം ഏത് എലമെൻറ്റിനാണ്? ഇനേർട്ട് ഗ്യാസസ് അഥവാ ഗ്രൂപ്പ് 18 ആണ് അയണൈസേഷൻ എനർജി കൂടുതലുള്ളത്. പക്ഷേ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു ഇലക്ട്രോണെ സ്വീകരിക്കുകയാണ്. അപ്പോൾ അത് ഓൾറെഡി സ്റ്റെബിലിറ്റി ഉള്ള ഒരു എലമെൻ്റ് അല്ല അത്. അപ്പോൾ ഗ്രൂപ്പ് 17 വരുന്ന ഏത് എലമെൻ്റാണോ ഗ്രൂപ്പ് 17, അതായത് ഹലോജനിൽ വരുന്ന ഹലോജൻ ഫാമിലിയിൽ വരുന്ന ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ ഇങ്ങനത്തെ എലമെൻറ്റ് ഗ്രൂപ്പ് 17 വരുന്ന ഏത് എലമെൻ്റാണോ ഇതിലുള്ളത് അതായിരിക്കും ഹയർ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളത്. ഒരിക്കലും ഗ്രൂപ്പ് 18 എഴുതി വയ്ക്കരുത്. അവ ഓൾറെഡി സ്റ്റേബിളാണ്, അവ ഇലക്ട്രോണ് വിട്ടുകൊടുക്കുകയോ വാങ്ങുകയില്ല. എന്നാൽ ഗ്രൂപ്പ് 17 വരുന്ന എലമെൻറ്റ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളത്. അപ്പോൾ ഗ്രൂപ്പ് 17 വരുന്ന സംഭവം ഇതിൽ ഏതാന്ന് നോക്കിയാൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ P5 കൂടെ ഒരു 12 ആഡ് ചെയ്തപ്പോൾ 17 കിട്ടി. അപ്പോൾ ഇവിടെ ഹയർ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള എലമെൻ്റ് ഏതായിരിക്കും? Q ആയിരിക്കും ഇവിടെ ഹയർ ഇലക്ട്രോനെഗറ്റിവിറ്റി കാണിക്കുന്ന എലമെൻറ്റ്. ക്വസ്റ്റ്യൻ നോക്കിയേ, ഫൈൻഡ് ദ ബ്ലോക്ക് ആൻഡ് പീരീഡ് ഓഫ് എലമെൻറ്റ് R. ഈ R എന്ന് പറഞ്ഞ എലമെൻറ്റിൻ്റെ എന്തൊക്കെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്? ബ്ലോക്ക് കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ അത് ഏത് പീരീഡിലാണെന്നും കണ്ടുപിടിക്കണം. നമുക്കറിയാം ഇതിലെ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്തിരിക്കുന്നത് 3s1 അല്ലേ? R എന്ന് പറഞ്ഞ എലമെൻറ്റിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്തിരിക്കുന്നത് 3s1 സബ്ഷെല്ലാണ്. അപ്പോൾ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഏത് ബ്ലോക്കായിരിക്കും വരാം? എസ് ബ്ലോക്ക് ആയിരിക്കും. അതുപോലെ തന്നെ പീരീഡ് ഏതാണ്? ഈ എസിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന സംഖ്യ 3. ഇതായിരിക്കും അവിടുത്തെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് എലമെൻറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ സെയിം ഗ്രൂപ്പ്? സെയിം ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിരിക്കുന്ന എലമെൻറ്റ്സ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സെയിം ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇത് നമുക്കറിയാം 12+5 ചെയ്ത് കഴിഞ്ഞാൽ 17th ഗ്രൂപ്പിൽ പെടുന്നു. ഇത് 12+6 എന്ന് പറയുമ്പോൾ 18th ഗ്രൂപ്പിൽ പെടുന്നു. അപ്പോൾ ഇത് രണ്ടും ഒരേ ഗ്രൂപ്പിലല്ല. ഇനി S1 2s1 ഇത് ഫസ്റ്റ് ഗ്രൂപ്പിലാണ് വരുന്നത്, ഇതും ഫസ്റ്റ് ഗ്രൂപ്പിലാണ് വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? Pയും Rഉം ആയിരിക്കും ഒരേ ഗ്രൂപ്പിൽ വരുന്ന എലമെൻറ്റ്സ്. ക്വസ്റ്റ്യൻ നോക്കിയേ, നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ 32 gram of O2 ഈസ് 6.022 × 10⁻23. ദിസ് നമ്പർ, അതായത് ഈ നമ്പറിനെ നമ്മൾ എന്ത് വിളിക്കും? അവഗാഡ്രോ നമ്പർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ഗ്രാം അറ്റോമിക് മാസ് ഈസ് പ്രസൻറ്റ് ഇൻ 32 gram ഓക്സിജൻ? നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഗ്രാം അറ്റോമിക് മാസ് എങ്ങനെ കണ്ടുപിടിക്കും? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ദാറ്റ് എലമെൻറ്റ്. ഗിവൺ മാസ് എന്ന് പറയുന്നത് 32 gram ആണ്. ഡിവൈഡഡ് ബൈ ഓക്സിജൻ്റെ ഗ്രാം അറ്റോമിക് മാസ് എത്രയാണ്? 16. 32 ഡിവൈഡഡ് ബൈ 16 ഈസ് ഈക്വൽ ടു 2 എന്ന് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് 112 ലിറ്റർ NH3 അറ്റ് STP. 112 ലിറ്റർ അമോണിയയിലുള്ള നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് അങ്ങനെ തന്നിട്ടുണ്ട്. അറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ തന്നിട്ടുണ്ട്, ഹൈഡ്രജൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കും? ഗിവൺ ലിറ്റർ, അതായത് 112 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്? 22.4 ലിറ്റർ. 5 മോൾ എന്ന് ആൻസർ കിട്ടും. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇവിടെ മോൾസ് എത്രയാണെന്ന് കിട്ടി നമുക്ക്. മോളിക്യൂൾസ് കാണാൻ എന്ത് ചെയ്യും? 5 × Na, അതായത് 5 × 6.022 × 10⁻23 മോളിക്യൂൾസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് 112 ലിറ്റർ NH3. ആദ്യം തന്നെ 112 ലിറ്റർ അമോണിയയുടെ മാസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. NH3 ഈസ് ഈക്വൽ ടു എന്നിൻ്റെ എത്രയാണ്? 14 പ്ലസ് ഹൈഡ്രജൻ്റെ 1 അറ്റോമിക് മാസ്. അപ്പം 3 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് 1 × 3, അതായത് 14 + 3 ഈസ് ഈക്വൽ ടു 17. ഇനി ഈ 112 ലിറ്റർ അമോണിയയിൽ എത്ര മോൾസ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്? 5 മോൾസ് ആണുള്ളത്. അപ്പം മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? 5 × 17 ദാറ്റ് ഈസ് 85 gram എന്ന് ആൻസർ കിട്ടും.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റിലേറ്റഡ് ടു ബോയ്ൽസ് ലോ? കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റായിട്ട് ബോയ്ൽസ് ലോ ആയിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, വെൻ പ്രഷർ ഇൻക്രീസസ് വോളിയം ഡിക്രീസസ്. ബോയ്ൽസ് ലോ എന്ന് പറയുന്നത് പിയും വിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ്. പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും. അത് തന്നെയല്ലേ ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് വോളിയം ഇൻക്രീസസ്. ഈ ബോയ്ൽസ് ലോയിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക, അത് കൂടുകയോ കുറയുകയോ ഇല്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അടുത്തത്, ഇഫ് പി ഈസ് പ്രഷർ ആൻഡ് വി ഈസ് വോളിയം ദെൻ പി വി ഈസ് എ കോൺസ്റ്റൻറ്റ്. കറക്റ്റാണ്. പി വി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. At constant temperature, the pressure and volume of a gas is directly proportional to the number of molecules. ഇത് തെറ്റാണ്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ പ്രഷറും വോളിയും ആണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല, അവ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് വി എന്ന് പറയുന്നത് 1/p ആണ്. നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ കാര്യമൊന്നും ഇവിടെ കൊടുക്കുന്നില്ല. സോ ഇത് തെറ്റാണ്. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.